ഹായ്, നമ്മുടെ കാറ്റ് ഫ്രൂട്ടിന്റെ സ്മൂത്തി ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതിന്റെ പുറം ഭാഗത്ത് നിറച്ച് മുള്ളാണ്, നമ്മുടെ ചക്കയുടെയൊക്കെ കൂട്ട് തന്നെ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിന്റെ ഉൾഭാഗത്തുണ്ടായിരുന്ന വിത്താണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. വിത്തെന്ന് പറഞ്ഞാലും അതിന്റെ പുറത്തിരിക്കുന്ന പൾപ്പ് മാത്രം. ഈ മഞ്ഞ ഭാഗമൊക്കെ പോയിസണസ് ആണ്. ഈ വിത്തിൽ നിന്ന് പൾപ്പ് എടുക്കുന്ന ഒരു ശ്രമകരമായ ജോലിയായിരുന്നു. ഞാൻ സ്പൂണൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടോ, നടന്നില്ല. പിന്നീട് കൈ കൊണ്ട് തന്നെ സ്ക്യൂസ് ചെയ്തെടുക്കേണ്ടി വന്നു. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പ്രത്യേകിച്ചൊരു മണമോ രുചിയോ ഒന്നും തോന്നിയില്ല. അതിനാൽ തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 2 ഏത്തപ്പഴം കട്ട് ചെയ്തിട്ടു. അതിനോടൊപ്പം തന്നെ എടുത്തു വെച്ചിരുന്ന നമ്മുടെ ജാക്ക് ഫ്രൂട്ടിന്റെ ആ പൾപ്പ് കൂടെ ചേർത്ത്. മധുരത്തിന് വേണ്ടി ഞാൻ കുറച്ച് പനങ്കൽക്കണ്ടം കൂടെ ഇതിന്റെ കൂടെ ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ ശർക്കരയോ പഞ്ചസാരയോ തേനോ ഒക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇതിന്റെ കൂടെ കുറച്ച് പാല് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഞാൻ എടുത്തത്. തണുത്ത പാല് ചേർത്ത ഏറെ ടേസ്റ്റ്. കുറച്ച് മാത്രം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സിയിലേക്ക് വെച്ച് നന്നായി ഒന്ന് അരച്ചു കൊടുക്കണം. ഇത് അരഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു കളറുണ്ട്. വീണ്ടും ബാക്കി ഉണ്ടായിരുന്ന പാല് കൂടി ഇതിന്റെ കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ 2-3 ഡ്രോപ്പ് വാനില എസൻസ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തു. അതിനുശേഷം ഗ്ലാസ്സിലേക്ക് മാറ്റി കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടായിരുന്നിട്ട് ഒന്ന് അലങ്കരിച്ചു കൊടുത്തു. അപ്പോഴത്തേക്കൊണ്ട് നമ്മുടെ ടെസ്റ്റർ കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. മാളൂട്ടിയാണ് ആദ്യം ടേസ്റ്റ് ചെയ്തത്. ആദ്യമായി കഴിക്കുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അവൾക്ക് ഉണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവള് പറയുന്നത് കേട്ട് ഞാനും കഴിച്ചു. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. കാറ്റ് ഫ്രൂട്ട് കഴിച്ചിട്ടുള്ളവരൊക്കെ ഓടി വന്നൊന്ന് കമന്റ് ഇട്ടേ. താങ്ക് യു.